അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൂറന്ന കാഹളത്തിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങൾ പേടിച്ചുകൊണ്ട് 40 കൊല്ലം ലക്കം ലഗാനമില്ലാതെ ഓടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് രണ്ടാമത്തെ ഊത്തുദാ പറയുകയാണ്. ഈ ഊത്തിലൂടെ സർവരെയും മരിപ്പിക്കുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിന്റെ ആഘാതത്താൽ മരിക്കുമത്രേ, മരണത്തിലേക്ക് പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സ്വഹാബാ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ ഓതുമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ രാവിലെ വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം ഓതിയാ ഓതി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ നീ? സുസുന്നി, ഭയങ്കര സുന്നിയാണ് ഹാജിയാര. മറ്റേ യാസീൻ ജീവിതത്തിലില്ല. ആരെങ്കിലും മരിക്കണം യാസീൻ ഓതണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എടാ, മരണത്തിന് വേണ്ടി മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തും മാത്രമല്ല, നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്. സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. ഇശാ മഗ്‌രിബിനിടയിൽ ആരാ ഓതുന്നത്? സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമാർജനം വരുത്തി ദുനിയാവ് സന്തോഷമാകാൻ റസൂൽ പഠിപ്പിച്ചു. ആരാണ് കൃത്യമായി പാരായണം ചെയ്യുന്നവർ? പെൺമക്കൾ അധികരിച്ച സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണ് ഏത്? സൂറത്തുൽ വാഖിയ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ അധികരിച്ച സ്വഹാബിയ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം. സഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള അദ്ദേഹം പെൺമക്കളെല്ലാം പഠിപ്പിച്ചു ഓതാൻ വേണ്ടി പറഞ്ഞു. മൂച്ചിത്രയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ, ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല സൂറത്തുൽ വാഖിയ. അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ. എല്ലാ സൂറത്തും ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ. പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല. അവർ ഓതണ്ടായിരുന്ന അർത്ഥത്തിലല്ല, പുരുഷന്മാരും ഓതണം. അഥവാ അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു സൂറത്തുണ്ടെങ്കിൽ ഇത് സൂറത്തുൽ വാഖിയ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകാൻ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തുൽ വാഖിയ കൊണ്ട് പ്രചോദനദായകമുണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദിക്റില്ല, സലാത്തില്ല, ഇബാദത്തില്ല, ഇതൊക്കെ കുറഞ്ഞുപോയി. മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ പന്തും കളിച്ച് റോഡിൽ കിടക്കുക. കുട്ടികളൊക്കെ രാത്രിയിൽ ഇങ്ങനെ കരയാനുള്ള കാരണം റസൂലുള്ളാഹി പറയുന്നത്, ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു. മഗ്‌രിബിന്റെ സമയമായാൽ കുട്ടികളെ പുറത്തിറക്കരുത്, പിശാച് പാറിക്കളിക്കുന്ന സമയമാണ്. ഫഖതഫു സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും വേണം. വീട്ടിൽ പശുവുണ്ട്, പോത്തുണ്ട്, കിടാവുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആടൊക്കെ വളർത്തുന്ന ആളുകൾ മഗ്‌രിബിന് മുമ്പ് തന്നെ അതിനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി ബന്ധിക്കണം. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ബാധിക്കും? പിശാചികത ബാധിക്കും. ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് പിടിപെടും. അതുകൊണ്ട് ഫഖ്തുഫു സിബിയാനക്കും, മഗ്‌രിബിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വീട്ടിനുള്ളിൽ കയറ്റണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി പറഞ്ഞു. നമ്മളിതൊന്നും കേൾക്കുന്നില്ല. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകും എവിടെയാ? നമ്മൾ പാർക്കിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ ബീച്ചിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ മാളിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ പർച്ചേസിംഗിലാണ്. അതുകൊണ്ട് എന്ത് പറ്റി? രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് കുഴിമന്തി കിടിപൊറോട്ടയും കഴിച്ച് വീട്ടിൽ റൂമിൽ വന്ന് കയറുമ്പോ മക്കൾ കടന്ന് കരച്ചിലോടെ കരച്ച് ശൈത്താനിയത്തായി. കുട്ടികൾക്ക് പൈശാചികത ഉടലെടുത്തു. കാരണം മഗ്‌രിബിന്റെ സമയത്ത് നീ നിരത്തിൽ തെണ്ടാനിറങ്ങിയതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പൈശാചികത പിടിപെട്ടു. ഒരിക്കലും മഗ്‌രിബിന്റെ സമയത്ത് ചെറിയ കുട്ടികളുമായി പുറത്തിറങ്ങരുത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ.
റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ സമയത്തിരുന്ന് വീട്ടിൽ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ അപകടം. ഇന്നത്തെ തലമുറയിൽ മക്കള് പിഴച്ചുപോയി. എത്ര ഉമ്മമാരാണ് എല്ലാ ദിവസവും രാവിലെ റൂഹ് ബയാൻ മജ്‌ലിസിൽ വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന 10,000-കണക്കിന് ഉമ്മമാരിൽ 1000-കണക്കിന് ഉമ്മമാർക്കും കണ്ണീരോടുകൂടി പറയാനുള്ള ഒരേ ഒരു സങ്കടം ഇത് മാത്രമാണ്. എന്താ പറയുന്നത്? മക്കൾ ഉസ്താദെ കള്ളുകൂടിയല്ല, മകൻ കള്ളുകൂടി, മകള് ഇന്നും ഈ വാതിന്റെ മജ്‌ലിസിൽ വരുന്നതിന് മുമ്പ് ഒരു ഉമ്മ എന്നോടൊപ്പം വന്ന സ്നേഹിതനെ സഹോദരനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുക്കണം, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പകല് മുഴുവൻ വിളിച്ച് നിർബന്ധിച്ച് അവസാനം പയ്യൻ ഫോൺ തന്ന് വാങ്ങിച്ചു നോക്കിയപ്പോൾ പറയുന്നത് സങ്കടം എന്താ? എന്റെ മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രണയത്തിലാണ്, ചെറിയ മകളാണ്, പ്രണയത്തിലാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ടാണ് പ്രണയം. എത്ര പറഞ്ഞിട്ടും മാറുന്നില്ല. മദ്രസയിലൊക്കെ പഠിച്ച കുട്ടിയാണ്, ബോധവും ബുദ്ധിയൊക്കെ ഉള്ള മോളാണ്. പക്ഷെ അവൾ അതിന് അഡിക്റ്റായി പോയി. എന്ത് പറഞ്ഞിട്ടും അവൾ അതിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ സമുദായം ആയിരുന്നെങ്കിൽ വിവാഹം എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കുക. ഇത് നമ്മുടെ സമുദായമല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്, മൈനറായ ഒരു കുട്ടിയാണ്. ചിന്തിക്കണം, എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്? ആ ഉമ്മയുടെ മനസ്സിലെ നീറ്റല് എന്തിനു കെടും? ചിന്തിക്കും, എന്ത് ചെയ്താൽ രക്ഷപ്പെടും മക്കളും? ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലെ പലരും ഇതൊന്നും പുറത്തു പറയുന്നില്ല. അവനവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ നാറ്റക്കേസാണ്. അത്രയേറെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. മക്കളെ പിഴച്ചു കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടം. പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, ഒരു ദീനുമില്ല, ഖുർആനോത്തില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല, മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും വീട്ടിൽ ഒരു വേള പോലും വായിക്കുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന നിലയ്ക്ക് ജീവിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തൊപ്പി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ അവന്റെ പിന്നിൽ ഒരുമിച്ച് കൂടിയത് 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഈ നാട്ടിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, യുവതികളാണ്. ഈ അടുത്ത് ഒതുക്കുങ്ങലിലേക്ക് വന്നപ്പോൾ നാട്ടിലുള്ളതാകുന്ന നല്ല സൽബുദ്ധരാകുന്ന ആളുകൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം മക്കളെ പിഴപ്പിക്കുന്നവനാണ് അവനെന്ന് പരസ്യമായി പറഞ്ഞിട്ട് എതിർത്ത് മാറി നിന്നു. എന്തുകൊണ്ടാണ്? അവർക്കറിയാം നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവാൻ. ഇവന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും അശ്ലീലതയാണ്. വായിൽ നിന്ന് വരുന്ന മുഴുവൻ അശ്ലീലത. എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ, എന്നിട്ട് ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഉലമാക്കളെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ എന്ന് വേണ്ട എല്ലാവരെ കുറിച്ചും അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പൈശാചികതയെ തൊട്ടുണർത്തുന്നതാകുന്ന പ്രവണതയാണ് ആ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് കുറ്റക്കാര്? നമ്മളിത് പറയുമ്പോഴും 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന മക്കൾ അവിടെ ഒരുമിച്ച് കൂടി. ആരുടെ മക്കളാ? മുസൽമാന്റെ മക്കൾ, കാക്കാമാരുടെ മക്കൾ, നമ്മുടെയൊക്കെ മക്കൾ. ആരാണ് ഇവിടെ കുറ്റക്കാർ? 5 വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ കൈകളിലേക്കും 1.5 വയസ്സുള്ളതാകുന്ന മകളുടെ കൈകളിലേക്കും മൊബൈൽ ഫോൺ തേടിപ്പിടിപ്പിച്ച് ടാബും അവൾക്ക് വേണ്ടുന്ന മൊബൈൽ ഫോണും കൊടുത്ത് വീടിന്റെ അകത്തളങ്ങൾ മാറിയിരുന്നുകൊണ്ട് കാമുകനുമായി സ്വറ പറയുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ ഇത്? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പരപുരുഷന്മാരുമായിട്ട് പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിലെ യുവാക്കളുള്ള കാലഘട്ടമല്ലേ ഇത്? മക്കളെങ്ങനെ പിഴയ്ക്കാതിരിക്കും? മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഇത്തരത്തിലുള്ള മക്കൾ ഒതുക്കുങ്ങലിലേക്ക് ഒരുമിച്ച് കൂടണമെങ്കിൽ, മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് അത്രയേറെ മുസ്ലിം മക്കൾ ഒന്നു ചേരണമെങ്കിൽ അവരുടെ രക്ഷിതാക്കളെയാണ് ആദ്യമായി പാഠം പഠിപ്പിക്കേണ്ടത്. മക്കൾക്ക് കൊടുക്കാണ് മൊബൈൽ ഫോൺ. ചെറിയൊരു കുട്ടിയെ കൊണ്ട് ജനിച്ചു വന്നാൽ ഉടനെ കുട്ടിയുടെ കയ്യിലേക്ക് ആദ്യം തന്നെ ഇത് കൊടുക്കാൻ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തൊക്കെ മാർഗ്ഗമുണ്ട്? ഇന്ന് ഉമ്മമാർ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥതയും സമാധാനം. ഒരു കാർട്ടൂൺ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ, നെറ്റിത്തടത്ത് പിടിപ്പിച്ച് റബ്ബർ ബാൻഡ് ചുറ്റി പിടിപ്പിക്കുന്നു, പിള്ളേർ വായിലോട്ട് കുറുക്കും വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. പണ്ട് ഇതൊന്നും അല്ലല്ലോ. പണ്ട് പുറത്തേക്ക് ഇറക്കി കാക്കയും പൂച്ചയൊക്കെ കാണിച്ചിട്ട് ഉമ്മമാര് ഭക്ഷണം കഴിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്തേ നമുക്കത് സംജാതമാകാത്തത്? ഇത് മൊബൈൽ ഫോണിലൂടെയുള്ള ഈ കാഴ്ച ചെറിയ കണ്ണുകൾക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയ്ക്കുമെന്നുള്ള വസ്തുതയൊക്കെ ഉമ്മമാർക്കറിയാം. അതിൽ നിന്ന് പതിക്കുന്നതാകുന്ന രശ്മികൾ കുട്ടികളുടെ കണ്ണിന് രോഗം പാകും. ഇങ്ങനെ പോയാൽ ഒരു 5 വയസ്സെത്തുമ്പോഴത്തേക്കും കുട്ടിക്ക് കണ്ണാടി ഇടേണ്ടി വരുമെന്നുള്ള ബോധ്യമൊക്കെ ഉമ്മമാർക്കുണ്ട്. എന്നിട്ട് പോലും രക്ഷിതാക്കൾ അവരുടെ സ്വന്തം ആ സമയത്തുള്ള ആശ്വാസം കിട്ടാൻ വേണ്ടി
വേണ്ടി കുട്ടികൾക്ക് ഇതൊരു കടമ എന്ന നിലയ്ക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഭക്ഷണം എങ്ങനെയെങ്കിലും കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിപ്പെട്ടു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ തലമുറ എങ്ങനെയായി? കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ സമ്മതിച്ച് പതിപ്പിച്ചു കൊടുത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഫോണാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താ? മക്കൾ വെറുതെ സൈലന്റ് ആയിട്ട് ഒരു വീട്ടിൽ മാറിയിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ മതി. വാപ്പാക്ക് എന്ത് പണിക്കും പോവാം, വേറെ സൈഡിലോട്ട് പോകാം. അവരെ ശല്യം ചെയ്യാനേ വരില്ല. കുട്ടികൾ ഇങ്ങനെ കാർട്ടൂൺ മറിച്ച് പിന്നീട് വാപ്പ തലേന്ന് കണ്ടുകൊണ്ടിരുന്ന സണ്ണിയിലോട്ട് പോയി. അല്ലാഹ് പിന്നെ തീർന്നു. അല്ലാഹു നമ്മളെ കാക്കണം. വാപ്പ 18 വയസ്സിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ ഇവിടെ കാണാൻ വേണ്ടി ഓപ്ഷൻ വെച്ചിരുന്നതാണ്. കുട്ടികൾ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് വേറെ കാഴ്ചയിലേക്ക് പോവാൻ കണ്ണ് മഞ്ഞളിച്ചു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഞാൻ കാട് കയറുന്നില്ല, പറയാനാണ് ഒരുപാട് പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പഴിച്ചു പോകും. എന്റെ മോൻ തൊപ്പിയുടെ പുറകെ പോയെന്ന് പറയുന്നത് യഥാർത്ഥ തൊപ്പിയല്ല, ഇത് വേറൊരു സൈസ് തൊപ്പിയാണ്. അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലായിക്കോ, നമ്മുടെ തലമുറകളെ നന്നാക്കണം. 5 വയസ്സ് മുതൽ 15, 20, 25 വയസ്സുവരെയുള്ളതാകുന്ന യുവാക്കളും യുവതികളുടെയും ഹൃത്തടത്തിലുള്ള മാലിന്യമാകുന്ന ചിന്താധാരയാണ് ഇന്ന് അവരിലൂടെ പുറത്ത് കാണുന്നത്. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ അവരെ കുറ്റം പറയല്ല, അവരുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി എടുക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള വാദിന്റെ മജ്‌ലിസ്. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ തെറ്റിലേക്ക് നമ്മൾ വഴുതി മാറി ചിന്തിക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കാലഘട്ടം വരും, ലാ തഖൂമു സ്സാഅതു അലാ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അവരുടെ മേലാണ് ലോകം അവസാനിക്കുക. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഊത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഅഖ്, സർവ്വജനങ്ങളെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا ما شاء الله. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സൂറന്ന കാഹളത്തിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങൾ പേടിച്ചുകൊണ്ട് 40 കൊല്ലം ലക്കും ലഗാനമില്ലാതെ ഓടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് രണ്ടാമത്തെ ഊത്ത് പറയുകയാണ്. ഈ ഊത്തിലൂടെ സർവരെയും മരിപ്പിക്കുകയാണ്. വയൗമ യുൻഫഖു പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിന്റെ ആഘാതത്താൽ മരിക്കുമത്രേ, മരണത്തിലേക്ക് പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരും മരിക്കുകയാണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനം. അശ്റയിലേക്ക് പോവാൻ, ഫലസ്തീനിലേക്ക് പോവാൻ. ശരിക്കും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഊത്ത് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ളതാകുന്ന സർവരെയും മരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവസാനമായി ജിബ്രീലിനെയും മീകായിലിനെയും അസ്റായീലിനെയും ഇസ്രാഫീലിനെയും ആത്മാവിനെ വേർപെടുത്തുകയാണ്. അതിനുശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അല്ലാഹു ആത്മാവ് നൽകുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുകയാ, മൂന്നാമത്തെ ഊത്തൊന്നു ഊതണേ ഊതണേ. എല്ലാരെയും മരിപ്പിച്ച് അല്ലാഹു മാത്രമുള്ള സമയത്ത് അല്ലാഹു വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് റൂഹ് നൽകിയിട്ട് പറയും, ഊത്. എല്ലാരും തിരിച്ചു കൊണ്ടുവരും, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോവാൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 5 മിനിറ്റ് കൂടി ഇരിക്കൂലേ ബഷീർ സാഹിബ്? കുഴപ്പമുണ്ടോ? കുറച്ചേരം കൂടി അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതിൽ നീട്ടൂല, വേഗം നിർത്താം.
ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങളിതാ ഖബർ പിളർന്ന് എഴുന്നേൽക്കുകയാണ്. പരസ്പരം നോക്കുകയാണ്. മംബഅസനാ മിൻ മർഖദിനാ. ഖബർ പിളർന്നുകൊണ്ട് കടന്നു വരുന്ന ജനങ്ങളെ ചോദിക്കുമത്രേ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറക്കിലായിരുന്നല്ലോ, ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? മലക്കുകൾ ഉടനെ മറുപടി നൽകുകയാണ്, ഇതാണ് നിങ്ങൾക്ക് പ്രവാചകന്മാർ നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോൾ പറഞ്ഞതായ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസമാണ്. ദുനിയാവിൽ നിങ്ങൾ സുകൃതം ചെയ്തവരാണോ, നമസ്കരിച്ചവരാണോ, നോമ്പ് നോറ്റവരാണോ, സകാത്ത് കൊടുത്തവരാണോ, ഹജ്ജ് ചെയ്തവരാണോ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരാണോ, അല്ലാഹുവിന്റെ പള്ളിക്ക് സദഖ കൊടുത്തവരാണോ, മദ്രസയ്ക്ക് സഹായം ചെയ്തവരാണോ, എല്ലാ സദഖകളുടെയും പരിപൂർണമായ പ്രതിഫലം അല്ലാഹു ഇന്നാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തി നൽകുക. ഇന്ന് പരിപൂർണമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി നൽകുന്ന ദിവസമാണ്. തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങളുടെ എല്ലാ നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് പ്രവാചകന്മാർ ഉരുവിട്ടില്ലയോ? ആ ദിവസമാണിത്. ഇത് പരിശുദ്ധമായ ദിവസമാ. ഇത് ഖിയാമത്ത് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിയ അർദുൽ മഹ്ശരി വ അർദുൽ മൻശരി. ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറുസലേമിലെ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, അവിടെയാണ് നാളെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറ. അവിടെയാണ് മഹ്ശറ ഉണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫലസ്തീൻ മുസ്ലിമീങ്ങൾ കന്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അറാദ അൻ യൻദുറ ഇലാ ബുഖാത്തിൻ മിൻ ബിഖായിൽ ജന്ന ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. സ്വർഗ്ഗത്തിൻ്റെതാകുന്ന പ്രവിശാലമാക്കപ്പെട്ട ഒരു ഭൂമി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മഖ്ദസി. ഫലസ്തീൻ വരെയൊന്ന് പോകണേ, മസ്ജിദുൽ അഖ്സയൊന്ന് കാണണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മസ്ജിദുൽ അഖ്സ സ്വർഗ്ഗത്തിലേക്ക് ചേർക്കുന്ന സ്ഥലമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ കാണാൻ അവസരം കിട്ടിയവരെന്ന് കൈയുയർത്തിക്കാരൻ ഈ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒരാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു പുണ്യഭൂമിയിൽ പോകാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനെ നിസാരമായി കണ്ടതുകൊണ്ടാണ്, ആ പള്ളിയെ നിസാരമായിട്ട് കണ്ടു ഇന്നത്തെ തലമുറ. അതുകൊണ്ടാണ് പോകാൻ സൗഭാഗ്യം കിട്ടാത്തത്. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗത്തിലെ സ്ഥലം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏത് പോയി കാണാൻ? ഫല്ലൻദുർ ഇലാ ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പോയി കാണാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാണാൻ തൗഫീഖ് തരട്ടെ. പോരാ, ശബ്ദമില്ല, ഉറക്കെ പറയുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോരല്ലോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാനും അതിനുള്ളിൽ നിസ്കരിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. നിസ്കരിക്കാതെ ഈ സദസ്സിലുള്ള ഒരാളെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് തരണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്.
തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെക്ക്. നിയ്യത്താണ് ഏറ്റവും വലുത്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അവിടെ ചെന്ന് അമൽ ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് മനസ്സുകൊണ്ടുള്ള കരുത്ത്. പോകണ്ട എന്ന് പറഞ്ഞ ആമീൻ പറയരുത്. മനസ്സുകൊണ്ടൊരു കരുത്തുണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല കരുത്തുണ്ടായാൽ നിയ്യത്തുണ്ടായാൽ ഇൻഷാ അല്ലാഹ് എത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ആളുകളുണ്ട് മക്കത്ത് മദീനത്ത് പോകാൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നവര്, ഉറപ്പാണ് അവർ മരിക്കുന്നതിനും കൂടെ അല്ലാഹു എത്തിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഒരു കൊതിയില്ല, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന് കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾക്ക് മക്കയിൽ മദീനയിൽ എത്താൻ പറ്റിയിട്ടില്ല. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത മനുഷ്യൻ എന്നോട് നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു ഉംറ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, പോകുമ്പോഴേ നീയത്ത് ബിസിനസ് ആയിരുന്നു. പിന്നെ അവസാനം ഷുഗർ വന്ന് കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് ഉംറ ചെയ്ത കൂലി അള്ളാഹു നസീബാക്കട്ടെ. എന്നോട് നേരെ പറഞ്ഞതാണ്, മരിക്കുന്നതിന് മുമ്പ് 40 കൊല്ലം എവിടെ ജോലി ചെയ്തതാണ്, സൗദി ജോലി ചെയ്തതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഉംറയ്ക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് ബാച്ച് പോയി അവിടുന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ബസ്സിന് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ പോവാം ദമാമിൽ ജോലി ചെയ്ത മനുഷ്യരാണ്, പിന്നെ പോകാന്ന് കരുതി. അവസാനം പോക്കടന്നില്ല, ഷുഗർ വന്നു കൂടി. പൈസയുടെ പുറകെ നിന്നതാണ് ദുനിയാവിനും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പോവാം കാശുണ്ടല്ലോ, അപ്പൊ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. മക്കയും മദീനയും ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും പൈസ കൊണ്ടൊന്നും എത്തിപ്പെടൂല. അള്ളാഹു ആക്കണം, തൗഫീഖ് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? നല്ല കരുത്താണ്. സമ്പത്തൊന്നും ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. അള്ളാഹു എന്നെ പുണ്യഭൂമിയിൽ എത്തിക്കണം, ഒന്ന് പോകണം, ഒന്ന് കൊതിക്കണം. ആ കൊതി അവരുടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.